ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ലേ ഒരു കഷ്ണം കേക്കൊക്കെ. അപ്പോൾ ഇന്നതേ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു കേക്കിൻ്റെ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എങ്കിലും മാത്രമേ നമ്മുടെ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം എത്തിച്ചേരുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി പറഞ്ഞ് ലാഗ് പഠിപ്പിക്കുന്നില്ല, ഒരുപാട് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് ഇട്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വെക്കുന്ന ഒരു ടിന്നിലേക്കില്ലേ ഒരു ബട്ടർ പേപ്പർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അളവൊന്ന് നോക്കിയതാണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചു എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൊരു ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ. അതെ, ഇതുപോലെ എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സൗകര്യമായിട്ട് എന്താണോ ഉള്ളത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടിയിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ആവിക്ക് വയ്ക്കുന്ന ഒരു തട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ടിന്ന് വെച്ചിട്ടുള്ളത്. അത് കറക്റ്റ് ലെവലിലാക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ അതിവിടെ നിന്നൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതേ മൈദയാണ് കേട്ടോ ആദ്യം എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദ ഞാനൊരു അരിപ്പയിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് 10 രൂപേൻ്റെ ഒരു പാക്കറ്റാണ്. ഇത് 1/2 കപ്പ് മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു 10 രൂപയുടെ പാക്കറ്റ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ മിൽക്ക് പൗഡർ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ ഉപ്പാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 പ്രാവശ്യം ഇതൊന്ന് തരിച്ചെടുക്കണം കേട്ടോ. തരിച്ചെടുക്കുന്ന സമയത്ത് പിഷ്കൊന്നും കാണിക്കണ്ട. 2-3 പ്രാവശ്യം തരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് നെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല മിൽമയുടെ ഗീ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കമ്പനിയുടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മിൽമ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതായത് 250 ml. അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുത്തേക്കണെയാണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ ആ ഒരു മിക്സിയിലേക്കാണ് കേട്ടോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയുടെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 കോഴിമുട്ടയാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ഇതിലേക്ക് 4 കോഴിമുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വാനില എസെൻസ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവരാരും വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ മിക്സിക്കകത്തിട്ടിട്ടേ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സമയപരിധിയൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന അത്ര നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു നെയ്യും പഞ്ചസാരയൊക്കെ പൊടിച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ നേരത്തെ തരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കുറേശ്ശെ ആകുമ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാകും കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കുറേശ്ശെ ആയി ഞാൻ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കണയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ പരുവം പറയുന്നത്. ഇനി നമുക്കിതേ നേരത്തെ ചൂടാവാനായിട്ട് വെച്ച ഇഡ്ഡലി തട്ടിലുണ്ടല്ലോ നമ്മുടെ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നെ, അപ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കേക്ക് ടിന്നിലേക്ക് ബാറ്ററെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുകൾ വശം ഒരു സ്പൂൺ വെച്ചിങ്ങാണ്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫിനിഷിംഗ് ആക്കി എടുത്തു കേട്ടോ.
എന്നിട്ടൊരു 3/4 മണിക്കൂറോളം, അതായത് 45 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കേക്ക് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കണത് നമ്മുടെ 1/2 കിലോ കേക്ക് ഉണ്ടാക്കൂലേ, ആ ഒരു ടിന്നിലാണ് കേട്ടോ ഞാനിത് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാനായിട്ട് ഇതേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലുള്ള നമ്മളെ ഒരു ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് മാറ്റി. ഇനി ഇതേ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മളെ കേക്ക്. കണ്ടോ, തൊട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ സോഡാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മിക്സ് ചെയ്യണ ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ പിശുക്കൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ബാറ്ററാക്കി റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഗീ കേക്ക് കഴിക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക, നമ്മൾ എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് കട്ടൻ ചായയോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ ചായയോ ഒക്കെ മതി ഇത് നമുക്ക് കഴിക്കാനായിട്ട്. ഒരു കഷ്ണം അല്ലെങ്കിൽ 2 കഷ്ണം കഴിക്കുമ്പോൾ തന്നെ വയറൊന്നും നിറയും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കേക്കിന് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നേർപകുതി വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ നേർപകുതി വെച്ചിട്ടുള്ള ഒരു കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ചെയ്തു നോക്കാൻ മറക്കല്ലേ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നല്ല ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എത്ര തുടക്കക്കാർക്കും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലൊരു ഗീ കേക്ക് ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ വന്ന് അറിയിക്കാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതെ 1-2 കഷ്ണം മതി. ഒരു കഷ്ണം കഴിക്കുമ്പോൾ തന്നെ വയറും മനസ്സും ഒരുപോലെ നിറയും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗീ കേക്ക് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ്, ഇത്രയും നേരം ഞങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കണം, എങ്കിലും ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് അപ്പം എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസും വ്ളോഗും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. കയറി കാണാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.